പണി പാടോ ഇല്ലെന്നൊന്നും അറിയില്ല. റെഡി സ്റ്റാർട്ട്. Yeah, can't move flexing cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came country boy stepping, yeah, I'm country boy stepping. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണല്ലോ. എന്ത് വിധി ഇത്? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ. എന്താ വീഡിയോ എന്ന് വെച്ചാൽ, കേരളത്തിൽ യൂട്യൂബേഴ്സ് ട്രെൻഡിങ് ആയ കാലത്ത് യൂട്യൂബിൻ്റെ തലതൊട്ടപ്പന്മാർ സ്റ്റാർട്ട് ചെയ്തത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്, എലിഫന്റ് ടൂത്ത് പേസ്റ്റ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഞാൻ റെഫറൻസ് ആയി എടുത്തിരിക്കുന്നത് M4Techന്റെ വീഡിയോ ആണ്. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ ജെമിനിയോടാണ് കൂടുതലും റെഫറൻസ് എടുത്തിട്ടുള്ളത്. ബ്ലാക്കിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സയൻറ്റിഫിക് വീഡിയോ ആയതുകൊണ്ട് ബ്ലാക്കിക്ക് കണ്ണടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷണത്തിൽ വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം വേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ്. അടുത്തത് പൊട്ടാസ്യമാണ് വേണ്ടത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി വേണ്ടത് ഡിഷ് വാഷ്, നമ്മൾ പാത്രം കഴിയുന്ന ആ സാധനങ്ങൾ. പിന്നെ ഇതാ ഫുഡ് കളർ, ഏത് കളറായാലും മതി, ഞാൻ റെഡാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു എലിഫന്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ചെറിയ ലെവലിലാണ്. ആദ്യം ഇത് പരീക്ഷണം സക്സസ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ചെറുതിൽ ഉണ്ടാക്കുന്നത്. ഇത് സക്സസ് ആവണേ കുറച്ച് വലുതാക്കാം. ഇത് മാക്സിമം ഒഴിച്ചിട്ട് നമുക്ക് വലിയ സെറ്റപ്പിലേക്ക് ആക്കാം. അത് നമുക്ക് പുറത്തോടെയും പോയി ചെയ്യാം. ആദ്യം ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബ്ലാക്ക് എക്സ്പെരിമെന്റ് ചെയ്യണ ആള് ബ്ലാക്ക് ഇടാ. ആദ്യമായി നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് 6%, ഇത് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഈ കുപ്പിയിലേക്ക് ഇങ്ങനെ കുറച്ച് തുള്ളി നമ്മൾ ഇത്ര ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഡിഷ് വാഷ് കുറച്ച് കൂടുതൽ ഒഴിക്കാം. ഡിഷ് വാഷ് മാത്രമേ ഇതിലോട്ട് ഇപ്പോൾ കൂടുതലുള്ളൂ. ഓക്കെ, ഡിഷ് വാഷ് നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം അടുത്തതായി ചേർക്കേണ്ടത് ഫുഡ് കളർ. അതായത് ഡിഷ് വാഷ് എന്തിനാ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡും ഇനി വെള്ളം ഒഴിക്കാൻ പോകുന്ന കൂടി ചേരുമ്പോൾ മറ്റേ ഈ ഓക്സിജൻ്റെ മറ്റേ കുത്തിരിപ്പ് കാരണം കുമ്പളകൾ ഉണ്ടാവും. അപ്പോൾ കുമ്പളകൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോപ്പ് ഇത് വരിക. അപ്പോൾ നമുക്ക് കുമ്പളകൾ പൊട്ടൂല. അപ്പോഴാണ് ഇങ്ങനെ നല്ല സെറ്റപ്പിൽ ഇങ്ങനെ പതപോലെ അങ്ങനെ സെറ്റപ്പായി വരുന്നത്. അപ്പോൾ അതിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ കുറച്ച് മതി. ഇനി നമ്മൾ അടുത്തതായിട്ട് കുറച്ച് തുള്ളി, ഇതൊരു 1/2 ഗ്ലാസ് വെള്ളമാണ്, 3/4 ഗ്ലാസ് വെള്ളം. അതിലേക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമ്മളൊരു തുള്ളി ഇതിലേക്ക് ഇങ്ങനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇങ്ങനെ ഇടുന്നു. ഓക്കെ, ഇതിട്ടു, പൊട്ടാസ്യം ഇട്ടു, ഇതൊന്ന് കുലുക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒഴിക്കാൻ പോവാണ്. 1 2 3. എവിടെയോ എന്തോ ഒന്ന് പാളിയിട്ടുണ്ട്. കാരണം ഇത് യൂട്യൂബ് കാണുന്ന മാതിരി പറന്നു പോകുന്നില്ല, പക്ഷെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് 6% ആണ്. ഇത് M4Techന്റെ വീഡിയോയിൽ 30% ആണ്. എനിക്ക് തോന്നുന്നു പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടായിരിക്കും തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇനി ഇത് കുറഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല. സംഭവം ഇതൊന്നും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ, സംഭവം വരുന്നുണ്ട്, പക്ഷെ ആ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നില്ല. എത്ര നേരം വരും നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ആ ഒരു ബ്ലാസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന പരിപാടിയില്ല. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി ഇതിപ്പോൾ നമ്മൾ തുള്ളിലിട്ടത് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഇടാൻ പോവുകയാണ്. ഫുള്ള് ഞാൻ വാങ്ങിയത് ഫുള്ള് ഇതിനകത്ത് ഇടാൻ നമുക്ക് എന്താ സംഭവിക്കും നോക്കാം. അതിന് നമ്മൾ ഈ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ ഫുള്ള് നിറച്ചിട്ട് ചെയ്യാൻ പോകണം. അത് കുറച്ചൊരു ഇവിടെ ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് ഓപ്പൺ ഏരിയ പോയിട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഈ ഫുള്ള് ഹൈഡ്രജൻ പെറോക്സൈഡ് ഫുള്ള്
നമ്മളിതിനകത്ത് ഒഴിക്കുകയാണ്. അടുത്തതായി ഡിഷ് വാഷ്. ഇനി ഫുഡ് കളർ ഫുള്ളിട്ടു. വെള്ളം ഒരു കുപ്പി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു. ഇത്ര വെള്ളം എടുത്തിട്ടുണ്ട്. പൊട്ടാസ്യം ഫുള്ള് ഇടാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്താണെന്നറിയില്ല, പണി പാടുമല്ലോന്നൊന്നും അറിയില്ല. റെഡി, സ്റ്റാർട്ട്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണല്ലോ. എന്ത് വിധി ഇത്, വല്ലാത്ത ചതീത്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഈ ഒരു എക്സ്പെരിമെന്റ് ഇങ്ങനെ ആകാൻ ഒരേ ഒരാളാണ് കാരണം, അത് ജെമിനിയാണ്. ജെമിനിയോട് ഞാൻ ചോദിച്ചാണ് ഇതെല്ലാം കറക്റ്റ് ആ സാധനം പൊന്തി വരും എന്ന് പറഞ്ഞു. പക്ഷേ M4ടെക്കാണ് ശരി. M4ടെക്കിന്റെ എല്ലാം കറക്റ്റ് നോക്കണമായിരുന്നു. ഒറ്റ കാര്യം മാത്രം അത് കറക്റ്റ് ആയില്ല. ഹൈഡ്രജൻ മറ്റേ പെറോക്സൈഡ് M4ടെക്ക് പെർസെൻറ്റേജ് 30%. ഇത് 6% ആണ്. ഇത് തിളച്ച് പോകുന്നുണ്ടെങ്കിൽ 10 ദിവസം എടുക്കും തോന്നുന്നു. ഫ്രണ്ട്സ്, ഞാൻ തിരിച്ചു പോവുകയാണ്. എന്നറിയണ സമയം എടുക്കേണ്ട, ജീവിതം മൊത്തം ഇവിടെ തീരുന്നു എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വണ്ടിയെ കയറ്റി വെച്ചു. ഇതങ്ങനെ ഞാൻ കളയാൻ പോകുകയാണ്. ഞാൻ ഇപ്പോൾ M4ടെക്കിൻ്റെ വീഡിയോ കണ്ടു. അതിനകത്ത് പുള്ളി വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ ഹൈപ്പോ മറ്റേ സാധനം എൻ്റെ അടുത്തുള്ള 6% ആണ്. ഇപ്പം അടുത്തുള്ളത് 30% ആണ്. അങ്ങനത്തെ 3 ബോട്ടിലും ഇപ്പോഴും ഒഴിക്കുന്നുണ്ട്. ഞാനത് കണ്ടിട്ടില്ല. ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമേ കണ്ടുള്ളൂ. ആ ചെറിയ കുപ്പിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പാളി പോകാൻ മെയിൻ കാരണം ജെമിനിയാണ്. ജെമിനിയാണ് എനിക്ക് ഇന്നെ പെർസെൻറ്റേജ് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ജെമിനിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ ജെമിനി, ഈ എലിഫന്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ജെമിനി എനിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തന്നിരുന്നു. അതിലൊന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് 6% മതി എന്ന് പറഞ്ഞ സാധനം. പെർസെൻറ്റേജ് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സാധനം മുകളിലേക്ക് പതഞ്ഞ് പൊന്തുമോ? 6% ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തീർച്ചയായും എലിഫന്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടൊരു എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്, പാളിപ്പോയി. ഞാൻ വേറെ എക്സ്പെരിമെൻ്റ് ടെസ്റ്റ് ചെയ്തിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ഇത് ടെസ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തോളാണ് ഇങ്ങനെ ഒരു പാളിപ്പോലുണ്ട്. സാധാരണ ഞാൻ പാളിപ്പോണ സാധനങ്ങൾ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.